തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തനിക്ക് പറയാനുള്ളത് പാർട്ടിക്കുള്ളിൽ പറയുമെന്ന് ചാണ്ടി ഉമ്മൻ. താൻ പാർട്ടിക്കെതിരെയോ പ്രതിപക്ഷ നേതാവിനെതിരെയോ അല്ല പറഞ്ഞതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. പാർട്ടിക്കെതിരെ പറഞ്ഞിട്ടില്ല, പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞതാണ്. പക്ഷേ അത് വ്യക്തിപരമായ ആർക്കെതിരെയും പറഞ്ഞതല്ല, പാർട്ടിക്കെതിരെ പറഞ്ഞതല്ല. അതിനെ അങ്ങനെ ആക്കി തീർക്കരുത്. പക്ഷെ അങ്ങ് ഒരു ഇലക്ഷൻ ആകുമ്പോൾ പല കാര്യങ്ങൾ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു. എന്താ ഒരു ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ്. അപ്പം ആ ഒരു സാഹചര്യത്തെ വളച്ചൊടിക്കരുത്. ഞാൻ പാർട്ടിക്കകത്ത് പറയാനുള്ളത് ഞാൻ പാർട്ടിക്കകത്ത് പറഞ്ഞോളാം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സനോജ് ചേരുകയാണ്. സനോജ്, ഇന്നലെ വളരെ രൂക്ഷമായി തന്നെ മാധ്യമങ്ങളോട് തുറന്നടിച്ച ചാണ്ടി ഉമ്മൻ ഇന്ന് അല്പം മയപ്പെടുത്തിയോ കാര്യങ്ങളെന്ന് തോന്നുന്നുണ്ട്. വി.ഡി. സതീശനെതിരെ പറഞ്ഞിട്ടില്ല, നേതൃത്വത്തിനെതിരെ പറഞ്ഞിട്ടില്ല എന്നാണ് ഇന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. താക്കീതുണ്ടോ? പരസ്യ പ്രസ്താവന പാടില്ല എന്ന് നിർദ്ദേശം വല്ലതും ഇപ്പോൾ ചാണ്ടി ഉമ്മന് കിട്ടിയിട്ടുണ്ടോ? ഇത് അങ്ങനെ കാണാൻ കഴിയുകയില്ല. കാരണം ചാണ്ടി ഉമ്മൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ചർച്ച ചെയ്യപ്പെടണമെന്നുള്ളതായിരുന്നു ചാണ്ടി ഉമ്മന്റെ ആഗ്രഹം. അത് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യത്തിൽ കൂടുതലൊന്നും വിശദീകരിക്കാനില്ല എന്നുള്ളതാണ് ചാണ്ടി ഉമ്മന്റെ നിലപാട്. ചാണ്ടി ഉമ്മൻ നേരത്തെ തന്നെ ഈ പാർട്ടി നേതൃത്വവുമായി അല്പം അകന്നു നിൽക്കുകയായിരുന്നു. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിലും ചേർത്തല തെരഞ്ഞെടുപ്പിലും ചാണ്ടി ഉമ്മന് വേണ്ടത്ര പരിഗണന നൽകിയില്ല. ചാണ്ടി ഉമ്മന് എന്താണ് ചെയ്യേണ്ടത് എന്ന് പാർട്ടി നിശ്ചയിച്ചു നൽകിയില്ല. അന്ന് തന്നെ അസംതൃപ്തനായിരുന്നു. ഒറ്റപ്പെട്ട സമയങ്ങളിൽ മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഈ മണ്ഡലങ്ങളിൽ എത്തിപ്പെടുകയും പിന്നീട് അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തു. അന്ന് മുതലുണ്ടായിരുന്ന അതൃപ്തിയാണ് ഇന്നലെ അദ്ദേഹം പരസ്യമാക്കിയത്. പരസ്യമാക്കുകയും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. തനിക്ക് എന്താണോ പറയാനുണ്ടായിരുന്നത്, താൻ എന്താണോ ആഗ്രഹിച്ചിരുന്നത്, അത് ചർച്ചയാവുകയും പറയുകയും ചെയ്തു. ഇനിയും അതിനകത്ത് താൻ കൂടുതൽ പറയുന്നില്ല എന്നുള്ളതാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ചാണ്ടി ഉമ്മൻ ഉയർത്തിയ കാര്യങ്ങൾ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുകയാണ്. അത് വരും ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കൂടുതൽ കലുഷിതമാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സനോജ് പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം അവതാര ലക്ഷ്യം പൂർത്തിയായി എന്ന് പറയുന്നത് പോലെ പല കോൺഗ്രസ് നേതാക്കളും എടുക്കുന്ന സ്ട്രാറ്റജി പറയാനുള്ളത് പറയുകയും പിറ്റേന്ന് തിരുത്തി പറയുകയും ചെയ്യുന്ന നിലപാട്. സനോജ് പറഞ്ഞ പോലെ തന്നെ പറയേണ്ട കാര്യം, ഉദ്ദേശിച്ച കാര്യം ചാണ്ടി ഉമ്മൻ നടത്തിയെടുത്തു കഴിഞ്ഞു. ചാണ്ടി ഉമ്മൻ എന്താണോ ഉന്നം വെച്ചത്, ചാണ്ടി ഉമ്മൻ എന്താണോ ലക്ഷ്യം വെച്ചത്, അത് സാധ്യമായി കഴിഞ്ഞിരിക്കുന്നു. ആ കാര്യത്തിൽ ചാണ്ടി ഉമ്മൻ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കി കൂടുതൽ ഇത് ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ തനിക്ക് താല്പര്യമില്ല. മാത്രമല്ല ഇന്നലെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതിനു ശേഷം പാർട്ടി നേതൃത്വം പല ആളുകളും ചാണ്ടി ഉമ്മനെ ബന്ധപ്പെടുകയും നിലപാട് മയപ്പെടുത്തണമെന്ന നിലപാട് സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഇടപെടലുകൾ കൂടി പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് അത് വഷളാക്കേണ്ടതില്ല. പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. താൻ എന്താണോ ആഗ്രഹിച്ചത് അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന്മേൽ ഇനിയൊരു ചർച്ചയ്ക്ക് ആവശ്യമില്ല എന്ന നിലപാടാണ് ചാണ്ടി ഉമ്മൻ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചാണ്ടി ഉമ്മൻ ഇന്നലത്തെ നിലപാടിൽ നിന്നും ഇന്ന് അല്പം മയപ്പെടുത്തിയെന്ന് നമുക്ക് തോന്നുക. പക്ഷേ ചാണ്ടി ഉമ്മൻ പ്രത്യക്ഷത്തിൽ നിലപാട് മയപ്പെടുത്തിയെന്ന് തോന്നുമ്പോഴും ചാണ്ടി ഉമ്മൻ പരോക്ഷമായി പറഞ്ഞത്, ചാണ്ടി ഉമ്മൻ ഉന്നം വെച്ചത് ആരെയാണോ അത് ഇപ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ സമിതികൾ ചേരുമ്പോൾ അത് ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സിജു, ശരി, സനോജാണ് വിവരങ്ങൾ നൽകിയത്. തനിക്ക് പറയാനുള്ളത് പാർട്ടിക്കുള്ളിൽ പറയാമെന്നാണ്, പറഞ്ഞോളാമെന്നാണ് ഇന്ന് ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.